ഞങ്ങളെല്ലാം ഏതാണ്ട് ഒരേ പീരീഡിൽ ഒന്നിച്ച് കോളേജിലും ഹോസ്റ്റലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നവരാ. ഞാൻ സാൻസ്ക്രിറ്റ് എംഎക്ക്, ശ്രീദേവിയും റൊസാരിയോയും ഒക്കെ കെമിസ്ട്രി എംഎസ്സിക്ക്. ശ്രീദേവി അവളന്ന് ഞങ്ങൾക്കൊക്കെ ഹരമായിരുന്നു. അവളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ആൺകുട്ടികൾ മുഴുവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ അവള് സായുജ്യം കണ്ടെത്തിയിരുന്നത് എന്റെ സാമീപ്യത്തിൽ മാത്രമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അന്ന് തീരുമാനിക്കാത്ത കാര്യങ്ങളില്ല. ജീവിതാന്ത്യം വരെ രണ്ടാളും ചേർന്ന് പ്ലാൻ ചെയ്ത് കളഞ്ഞ ഒരു ലവ് അഫെയർ ആയിരുന്നു അത്. ഇവരൊക്കെ, ഈ ഫിലിപ്പും റൊസാരിയോയും മണിയും ഒക്കെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ശ്രീദേവിയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളവരാണ്. അവളതെല്ലാം അതാത് സിറ്റുവേഷൻ അനുസരിച്ച് നിരസിച്ചിട്ടുമുണ്ട്. പണക്കാരായ അവരുമായി തട്ടിച്ചു നോക്കുമ്പോ ഞാനെന്താ ഒരു സാധു വാരിചക്കൻ, പഠിച്ചു പണി കിട്ടി അമ്മയെ അനിയത്തിയേയും സംരക്ഷിക്കേണ്ട പ്രാരാബ്ധക്കാരൻ. കോഴ്സ് തീർന്ന് പിരിയാറായപ്പോ ഞാനും ശ്രീദേവിയും കൂടി ഒരു അമ്പലത്തിൽ ചെന്ന് മോതിരം മാറ്റം നടത്തി. ഞങ്ങളുടെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞത് കോളേജിൽ പെട്ടെന്ന് പാട്ടായി. ഞങ്ങളും അത് കുറെ എൻകറേജ് ചെയ്തു. പലരും ഞങ്ങളെ അഭിനന്ദിച്ചു. കോളേജ് പിരിയാറായി. പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ മറന്ന് സ്നേഹത്തിൽ പിരിയാൻ എല്ലാവരും മനസ്സുകൊണ്ട് തയ്യാറാവുന്ന നാളുകൾ. അതുകൊണ്ട് തന്നെ എനിക്കും ശ്രീദേവിക്കും ഒരു പാർട്ടി തരാൻ അവർ മുന്നോട്ട് വന്നപ്പോ ഞങ്ങൾ അതിൽ വേറൊന്നും കണ്ടില്ല. ഫിലിപ്പിന്റെ അച്ഛന്റെ വക ഒരു ഫാം ഉണ്ടായിരുന്നു സിറ്റിയിൽ തന്നെ. അവിടെ വെച്ചായിരുന്നു എനിക്കും ശ്രീദേവിക്കുമുള്ള സൽക്കാരം. പിന്നെപ്പോഴോ പാർട്ടിയുടെ സ്വഭാവം മാറി. അവര് നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു.
3-4 ദിവസം കഴിഞ്ഞ് ഒരിക്കൽ ശ്രീദേവി എന്നെ കാണാൻ വന്നു. എനിക്ക് അവളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. അവളെ ഉടനെ എന്റെ ഭാര്യയായി കാണാനുള്ള കരുത്ത് എന്തോ എനിക്കെപ്പോഴും ഉണ്ടായില്ല. ഞാൻ ഒഴിഞ്ഞു കളഞ്ഞു. പിന്നീട് അറിഞ്ഞു റൊസാരിയോ അവളെ വിവാഹം കഴിച്ചു. അതിനുശേഷമാണ് എനിക്ക് ചിത്തഭ്രമം പിടിപെട്ടതും ഡോക്ടറുടെ പേഷ്യന്റ് ആയതും. നിങ്ങൾ പിന്നീട് വേറൊരു വിവാഹം ചെയ്യുണ്ടായല്ലോ എന്നെ കാണുന്ന കാലത്ത്. ഉവ്, ഞാനതിന് ശ്രമിച്ചു. പക്ഷെ എനിക്കെല്ലാം നഷ്ടമായിരുന്നു. സെക്സ് പോലും. ആ സ്ത്രീ എന്നെ ഉപേക്ഷിച്ചു പോയി. നോർത്ത് ഇന്ത്യയിൽ നിന്നും മടങ്ങി വന്ന് ഞാൻ കാണുന്നത് എന്റെ ജീവിതം കശക്കി എറിഞ്ഞവരെല്ലാവരും ഒന്നും സംഭവിക്കാത്തതുപോലെ സുഖമായി കഴിയുന്നതാണ്. അവരൊക്കെ എന്നെ മറന്നു കഴിഞ്ഞിരുന്നു. എനിക്കത് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പ്ലാനിങ്ങിന്റെ ആദ്യപടി എന്ന നിലയ്ക്ക് സ്വയം വികലാംഗനാവാൻ ഞാൻ തീരുമാനമെടുത്തു. ആസ്പത്രി കിടക്കയിൽ ശ്രീദേവിയുടെ ഓക്സിജൻ ട്യൂബ് വേർപെടുത്തിയത് നിങ്ങൾ തന്നെയായിരുന്നില്ലേ? ആയിരുന്നു. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ബോംബെയിൽ വെച്ച് റൊസാരിയോയുടെ വിസ്കിയിൽ വിഷം ചേർത്ത് കൊന്നത് ഞാനാണെന്നുള്ള സത്യവും അവളോട് പറയുകയുണ്ടായി. സത്യത്തിൽ എനിക്ക് അവളോടായിരുന്നു ഏറ്റവും കൂടുതൽ വൈരാഗ്യം. പിന്നെ അവിടെ മാത്രം എന്താ ചൈരി വെക്കാൻ മറന്നു? മറന്നതല്ല, കരുതി തന്നെയാണ് പോയത്. പക്ഷെ എന്തോ മനസ്സ് വന്നില്ല. ആ മരണം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനൊരു സൗകര്യം കണ്ടു. എല്ലാ കണ്ണുകളും ബുദ്ധിഭ്രമം ബാധിച്ച ക്രിസ്റ്റിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്ന് ഇങ്ങേർക്ക് മനസ്സിലായി. ഒരു സൈക്കോപാത്തിന് പെട്ടെന്ന് മുതലെടുക്കാൻ തോന്നുന്ന ഒരു പഴുത്. ക്രിസ്റ്റി സെന്റ് ജൂഡ് മെന്റൽ സാനിറ്റോറിയത്തിൽ നിന്ന് ചാടിയ വിവരം ആദ്യം അറിയുന്നത് ഈ മനുഷ്യൻ തന്നെയാണ്. കാരണം ഇയാളുടെ ശ്രദ്ധ അവനിൽ തന്നെ ആയിരുന്നല്ലോ. അവൻ പുറത്തു നിൽക്കുന്ന സമയത്തിനുള്ളിൽ 3 കൊലകൾ കൂടെ നടത്താൻ ഇയാൾ പ്ലാനിട്ടു. ജഡ്ജി വാസുദേവന് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വിളിച്ച കള്ള ഫോൺ കോള് അത് ഞാൻ മാനേജ് ചെയ്തതാണ്. കുവൈറ്റ് മണിയടിച്ച ജീപ്പ്, നിങ്ങൾക്ക് ആ ജീപ്പ് അവിടെ നിന്ന് കിട്ടി? സ്ട്രീറ്റിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ജീപ്പാണത്. ഞാനാണത് ഓടിച്ചിരുന്നത്. പിന്നീട് നിങ്ങൾക്കത് റോഡിൽ കിടന്ന് തന്നെ കിട്ടി. അപ്പോഴേക്കും ക്രിസ്റ്റിയെ നമ്മൾ പിടിച്ച് വീണ്ടും അകത്താക്കി. അവൻ പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നില്ലേ, ഫിലിപ്പിന്റെ ഊഴം തീർക്കാൻ വേണ്ടി? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ക്രിസ്റ്റി പുറത്തു വരാൻ കാത്ത് പുറത്ത് കൊലയാളി നിൽക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. ക്രിസ്റ്റി പുറത്തായാലുടൻ ഫിലിപ്പ് തെന്നലക്കിന് നേരെ ആക്രമണം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മനഃപൂർവ്വമാണ് ഞാൻ ഫിലിപ്പിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാതിരുന്നത്. എന്നാലും ഇറ്റ് വാസ് എ ബിഗ് റിസ്ക്. അയാൾ ചാകാഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഹരിദാസ്. താങ്ക് യു സർ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. മിസ്റ്റർ എസ് പി, നിങ്ങളാണോ എന്റെ വീട്ടിലേക്ക് അന്നൊരു കില്ലറെ കയറ്റിവിട്ടത്? അതെ, നിങ്ങളെ എന്റെ വരുതിയിൽ കൊണ്ടുവരാൻ, ടു കൺഫ്യൂസ് യു. ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയ ജോയി ആയിരുന്നു അന്ന് അവിടെ കയറിയ കില്ലർ. ഇത് ഐ ജി. ഹലോ. മറ്റ് ഓഫീസേഴ്സ്. ഹലോ. സാറിനോട് ക്ഷമിക്കണം. ക്രിസ്റ്റി 2ാം വട്ടം ചാടിപ്പോവുകയായിരുന്നില്ല. ഞാനും ഡോക്ടറും കൂടെ ചേർന്ന് ഇവരെ ഒളിപ്പിക്കുകയായിരുന്നു. ഡോക്ടറുടെ വീട്ടിലേക്ക് മാറ്റി. ഇപ്പൊ അവിടെ നിന്നാണ് വരുന്നത്. ബ്രില്യന്റ്. താങ്ക് യു സർ. നമുക്കേ ആ കണ്ണ് കാണാത്ത ഏട് വായനക്കാരൻ ഒന്ന് കണ്ടാലോ? എന്തേ? ഇനി അടുത്ത് ഇതുമാതിരി ഗുലുമാല പിടിച്ച ചുറ്റിക്കളി കേസ് വല്ലതും വരുന്നുണ്ടോന്ന് അറിയണം. വേണ്ട, നമുക്ക് വേണേ വേറൊരു കാര്യം ചോദിക്കാം. എന്താണ്? ഇനി വന്നേ.